ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷകരെ ഒക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു ലവ് ട്രാക്ക് സൃഷ്ടിക്കാൻ ജാസ്മിനും ഗബ്രിയും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഷയിലെ ബിഗ് ബോസും കണ്ടുവന്ന് പ്രേക്ഷകരിലേക്ക് എങ്ങനെ ഒരു കപ്പിൾ കോംബോ എത്തിക്കാമെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് രാത്രികളിലെല്ലാം ഒന്നിച്ചുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്ക് കൃത്യമായി അറിയാം അതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമെന്നും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുമെന്നും. അതുകൊണ്ട് അതിനുള്ള കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സീസൺ 6 തുടങ്ങി 5 ദിവസം ആയതേ ഉള്ളൂ. ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ഒന്നിച്ച് മിക്ക സമയങ്ങളിലും. അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഉള്ള സമയങ്ങളിൽ കൂടുതലും അവർ ഒന്നിച്ചിരുന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ഒരു കപ്പിൾ കോംബോ സംസാര വിഷയമാക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇനി ശരിക്കും ഇവർ പ്രണയത്തിലാണെങ്കിലും നമ്മൾ പ്രേക്ഷകർ അത് എന്റർടൈൻ ചെയ്ത് കൊടുക്കരുത്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇതുപോലെയുള്ള ലവ് ട്രാക്ക് പിടിച്ച് പലരും സക്സസ് ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ മലയാളി പ്രേക്ഷകർ എന്തായാലും നമ്മളെ പറ്റിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഒരു കപ്പിൾ കോംബോ ക്രിയേറ്റ് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പ്രണയം രണ്ടുപേർക്ക് തോന്നി, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രണയം ഉണ്ടാകരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ പ്രേക്ഷകർക്ക് അതിലൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യണം. എന്നാൽ പോലും ഒരു പ്രണയം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി എന്നും പറഞ്ഞ് മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അവരുടെ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്യാം. ബട്ട് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി 3-ാമത്തെ ദിവസം മുതൽ ജാസ്മിനും ഗബ്രിയും തുടങ്ങിയതാണ് ഒരു കപ്പിൾ കോംബോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കണമെന്ന രീതിയിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രേക്ഷകർ ഇവരുടെ ഈ ഗെയിം പ്ലാൻ മനസ്സിലാക്കി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ആരും നമ്മൾ പ്രേക്ഷകരെ പറ്റിച്ച് അവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കണ്ട. ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു ലവ് ട്രാക്ക് പരിപാടി കൂടും എന്നതല്ലാതെ കുറയില്ല.